കിണഞ്ഞു പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്. ഉണർന്നിരിക്കാൻ അല്ല, ഈ മലപ്പുറക്കാർ മാത്രം മതിയോ സ്വാമി? ഞങ്ങൾ കേരളക്കാരാണേ. ഞങ്ങൾ മുസ്ലിമും ക്രിസ്ത്യനും ഹൈന്ദവ എല്ലാവരും വളരെ സ്നേഹത്തോടെയും മതമുള്ളവനും മതമില്ലാത്തവനൊക്കെ സൗഹൃദത്തോടെ കഴിയുന്നതാണ്. ഇത് കേരളമാണ് സ്വാമി, യു പി അല്ലട്ടോ. സ്വാമിക്ക് സ്ഥലം മാറിപ്പോയി തോന്നുന്നു. എന്തായാലും ഞങ്ങൾ കേരളക്കാരാണ്, എല്ലാവരും ഉണർന്നെ ഇരിക്കുക. സ്വാമി സ്വാമി പറഞ്ഞോളി, ഞങ്ങൾ കേൾക്കട്ടെ. കിണഞ്ഞു പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്? ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിലുണ്ടാകരുത്. അപ്പൊ സ്വാമി പറഞ്ഞിട്ടില്ല നിങ്ങള്? എന്റെ സ്വാമി, നിങ്ങൾക്ക് മലപ്പുറത്തിനെ കുറിച്ച് അറിയാത്തോണ്ടാണെന്നേ. മലപ്പുറം എന്നല്ല, കേരളത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. കേരളത്തിൽ നിങ്ങൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾ യു പി ആണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇത് യു പി അല്ല, അത് കേരളാണെന്നേ. സ്വാമി ഒന്ന് കാണി. ഇനി നമ്മൾ ഒരു നല്ല കാഴ്ചയിലേക്കാണ് പോകുന്നത്, ദി റിയൽ കേരള സ്റ്റോറിയിലേക്ക്. മതങ്ങളുടെ മനോഹരമായ ആത്മബന്ധത്തിന്റെ മാതൃകയായി മാറിയിരിക്കുകയാണ് മലപ്പുറം പാണ്ടിക്കാട് തമ്പാനങ്ങാടി. 2 കോടി രൂപ ചെലവിൽ നവീകരിച്ച തമ്പാനങ്ങാടി ജുമാ മസ്ജിദ് ആദ്യമായി തുറന്നു നൽകിയത് ഇതര മതസ്ഥർക്കാണ്. മസ്ജിദ് കാണാനെത്തിയ ശ്രീ കരിങ്കാളികാവ് ക്ഷേത്രം ഭാരവാഹികൾ അവരുടെ സ്നേഹ സമ്മാനമായി ഒരു ക്ലോക്കും പള്ളി ഭാരവാഹികൾക്ക് കൈമാറി. ശിവരാത്രി ദിനത്തിലാണ് മതസഹോദര്യത്തിന്റെ സന്ദേശം പകർന്ന ഈ മനോഹര കാഴ്ച. 40 വർഷത്തിലേറെ പഴക്കമുള്ള പള്ളി നാട്ടുകാരുടെ സഹകരണത്തോടെ 2 കോടി രൂപ ചിലവിട്ടാണ് പുതുക്കിപ്പണിതത്. ഒരേ സമയം 600-ലധികം പേർക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനാകുന്ന എയർ കണ്ടീഷൻ സൌകര്യത്തോടെയാണ് നവീകരണം പൂർത്തീകരിച്ചത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മസ്ജിദിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ പള്ളി നാട്ടുകാർക്കായാണ് ആദ്യം തുറന്നു നൽകിയത്. തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളിക്കാവ് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നാട്ടിലെ ഇതര മതസ്ഥരെ പള്ളി ഭാരവാഹികൾ സ്വാഗതം ചെയ്തു. തമ്പാനങ്ങാടി പ്രദേശത്തെ നമ്മുടെ അമ്പലവുമായി ബന്ധപ്പെട്ട അതിന്റെ കമ്മിറ്റി ഭാരവാഹികളും അല്ലാത്തവരുമായ നമ്മുടെ ഇതര മതസ്ഥരായ സഹോദരങ്ങൾ ആ പള്ളിയെ ഒന്ന് കാണാനും അതിൽ സന്ദർശിക്കാനും അതിന് ഉപഹാരം തരാനും വേണ്ടി ഇവിടെ എത്തിപ്പെട്ടതിൽ വളരെയധികം അഭിനന്ദനവും സന്തോഷവും ഈ മഹല്ലത്തിന്റെ ഖാദി എന്ന നിലയ്ക്ക് ഞാൻ അറിയിക്കുന്നു. ക്ഷേത്ര ഭാരവാഹികൾ അവരുടെ സ്നേഹോപകാരമായി ഒരു ക്ലോക്ക് പള്ളിയിലേക്ക് സമ്മാനിച്ചു. പള്ളി കമ്മിറ്റിയുടെ വക തിരിച്ച് മധുരവും നൽകി. സമ്മാനങ്ങൾ ചെറുതായിരിക്കാം, വിശ്വാസങ്ങളും വ്യത്യസ്തമായിരിക്കാം, പക്ഷേ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. മതങ്ങളുടെ ആത്മബന്ധത്തിന്റെ മനോഹരമായ ഒരു കഥ. ദ റിയൽ കേരള സ്റ്റോറി. അപ്പൊ സ്വാമി കണ്ടല്ലോ, ഇതാണ് കേരളം, ഇതാണ് കേരളത്തിന്റെ ഐക്യം. ഇപ്പൊ പ്രത്യേകിച്ച് പരിശുദ്ധ റമളാൻ മാസമാണ്. അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും ഒക്കെ നോമ്പ് തുറക്കല് നോമ്പ് തുറപ്പിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്ന ആളുകളാണ് ഞങ്ങൾ കേരളക്കാരെ. അല്ലാതെ നിങ്ങൾ പറയുന്നത് നിങ്ങളെ 4 ശിങ്കിടികൾ കേൾക്കുമെന്നല്ലാതെ കേരളത്തിലെ ആളുകളൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്, മതസൗഹാർദ്ദം നിലനിർത്തുന്നവരാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, റബിയുൽ അവ്വൽ ഘോഷയാത്ര പോകുമ്പോ അമ്പല കമ്മിറ്റി സ്വീകരിക്കുന്നു, പായസം വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ അയ്യപ്പ വിളക്കിന്, ശ്രീകൃഷ്ണ ജയന്തിക്ക് അതിന്റെ ഘോഷയാത്ര വരുമ്പോ അതിൽ എത്ര ആവശ്യത്തോടെയാണ് പള്ളി കമ്മിറ്റി അവരെ സ്വീകരിക്കുന്നു, അവർക്ക് പായസം വിളമ്പുന്നു. ഇതാണ് കേരളം, ഇതാണ് കേരളം സ്വാമി. അല്ലാതെ നിങ്ങൾ കുറെ ഉണരാൻ പറഞ്ഞാൽ ഉണരുന്ന ആ യു പി അല്ല ഈ കേരളം. അപ്പൊ ഓക്കെ, അപ്പൊ സ്വാമി Ha ha ha!